വിറ്റുവോ വിശ്വാസം? ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്ത്. മിച്ചം വന്ന സ്വർണം പോറ്റി ഏർപ്പെടുത്തിയ കൽപേഷിനാണ് കൈമാറിയത്. 2019 ഒക്ടോബർ 10 കൽപേഷിന്റെ പക്കലെത്തിയത് 474.9 ഗ്രാം സ്വർണം. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിള സ്വർണം പൊതിഞ്ഞതിലും ക്രമക്കേടുകളുണ്ടെന്ന് ഹൈക്കോടതിയുടെ നിർണായകമായ നിരീക്ഷണം. കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരുന്നു. എന്നാൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളികൾ എന്നാണ്. ഇത് ഗുരുതരമെന്ന് ഹൈക്കോടതി നിരീക്ഷണമുണ്ട്. ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ മഹസറിൽ ഒപ്പിട്ടവരിൽ തന്ത്രിയും കണ്ഠര് രാജീവരുമുണ്ട്, ഒപ്പം മേൽശാന്തിയുമുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, കൂടുതൽ നിർണായകമാകുകയാണ് സാഹചര്യങ്ങൾ. ഈ വിധി പകർപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ്. ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് തന്നെയാണ് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലേക്ക് വിജിലൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ പുറത്തു വരുന്നു. ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയതിൽ കൃത്യമായ ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. അതിൽ ഒപ്പിട്ട എല്ലാവരും തന്നെ അതിൽ ഉത്തരവാദികളാകുന്നു. അവർക്കെതിരെ എല്ലാം തന്നെ അന്വേഷണം നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മാത്രമല്ല, ഇതിൽ പ്രത്യക്ഷത്തിൽ തന്നെ ക്രമക്കേട് കണ്ടെത്താൻ കോടതിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകമായി തന്നെ കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ, കോടതിയുടെ മേൽനോട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം കോടതി മുഴുവൻ സമയവും അതിന്റെ ഓരോ ഘട്ടത്തിലെയും റിപ്പോർട്ട് പുരോഗതി നൽകണമെന്ന നിർദ്ദേശം. ആരാണ് ഈ കൽപേഷ്? ഈ പുതിയ അവതാരം ഇതാരാണ്? ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെ ഇല്ലാത്ത, അല്ലെങ്കിൽ പേരുകളിൽ ഒന്നും തന്നെ ഇതുവരെ നമ്മുടെ ചർച്ചകളിൽ ഒന്നും തന്നെ വരാത്ത പുതിയ ഒരാൾ അവിടെ രംഗപ്രവേശം എടുക്കുന്നു. ഇയാൾക്ക് പിന്നിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു വ്യക്തിക്ക് പിന്നിൽ ആര് എന്നതിലേക്ക് തന്നെയാണ് അന്വേഷണം പ്രധാനമായും എത്തേണ്ട ഒരു ഘട്ടമുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു മുൻ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തത്തിലേക്കാണ് പ്രധാനമായും അന്വേഷണം നീളുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ, കോടതി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്നിവ കേന്ദ്രീകരിച്ച് തന്നെ വിശദമായി തന്നെയാണ് അന്വേഷണം നടക്കേണ്ടതുള്ളത്. ഈ കൽപേഷ് ആര് എന്നത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ ഒരു തട്ടിപ്പിൽ, അതായത് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് രംഗത്ത് വന്നിരുന്നതെങ്കിൽ, ആളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിരുന്നത് എങ്കിൽ പുതിയ കഥാപാത്രങ്ങൾ ഇതിലേക്ക് വരുന്നു. ആ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വിപുലമാണ് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ചെമ്പ് തെളിഞ്ഞു വരും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അല്ല ജിജീഷ്, ഇതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം കമ്മീഷണർക്കും കൃത്യമായി തന്നെ ഇതിൽ ഇടപാടുകൾ നടത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്കും കൃത്യമായി തന്നെ ഈ വിധി പകർപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞ് കയ്യും കെട്ടിയങ്ങ് മാറി നിൽക്കാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും സാധിക്കുമോ? തീർച്ചയായും ഇതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു സ്വർണ്ണ കവർച്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല സർക്കാരിനും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനും. കാരണം ഇതിലുള്ള പങ്കാളിത്തം, അവരുടെ പങ്കാളിത്തം കൃത്യമായി തന്നെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവോടുകൂടി പല ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിലെയും ദേവസ്വത്തിലെയും എല്ലാം തന്നെ പല ആളുകളുടെയും പങ്കാളിത്തം ഇതിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു പരസ്യമായി, അല്ലെങ്കിൽ വ്യക്തമായി വന്നിരിക്കുന്ന സ്വർണ്ണ കവർച്ചയിൽ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുള്ള ദേവസ്വം പ്രസിഡന്റ് മാർക്കും ഒപ്പം തന്നെ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ പങ്കാളിത്തമുണ്ട്. ഒരു കൂട്ടുകച്ചവടത്തിന്റെ ബാക്കിപത്രം തന്നെയാണ് ഈ ഒരു സ്വർണ്ണ കവർച്ച എന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണം എല്ലാ തരത്തിലും അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകളാണുള്ളത്. എല്ലാ തരത്തിലും അന്വേഷണത്തെ അവസാനിപ്പിക്കാനും അന്വേഷണം അട്ടിമറിക്കാനുമുള്ള നീക്കങ്ങൾ ആസൂത്രിതമായി തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം മറികടക്കുന്ന ഒരു അന്വേഷണം എത്രമാത്രം കൃത്യമായി നടക്കും എന്നതിൽ സംശയമുണ്ട്. ജിജീഷ്, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പറയുന്നത് പ്രകാരം ഈ മഹസറിൽ തന്ത്രിയുടെ ഒപ്പുണ്ട്, ഒപ്പം തന്നെ അന്നത്തെ മേൽശാന്തിയുടെ ഒപ്പുണ്ട്. ഇപ്പം എല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് കൈ കഴുകാനുള്ളൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ സർക്കാരും. അതായത് ഞങ്ങളതൊന്നും അറിയില്ല,
കള്ളവും കള്ളത്തരമൊക്കെ അവിടെ നടന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊരു ധാരണയിലേക്ക്, അങ്ങനെ ഒരു നറേറ്റീവിലേക്കാണ് സർക്കാർ ദേവസ്വം ബോർഡ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്ന കണ്ടെത്തലുകളെല്ലാം ഇതിൽ ഒരിക്കൽ പോലും സർക്കാരിന് മാറി നിൽക്കാൻ, ഇന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, അയാളല്ലേ എല്ലാം ചെയ്തത് എന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ ഇനി അങ്ങനെ സാധിക്കുമോ എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ശ്യാം, നമുക്ക് ഇതുവരെ വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജിജീഷ്, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ഞങ്ങളുടെ ഹൈക്കോടതി കറസ്പോണ്ടന്റ് രേഷ്മ ബാബു കൂടി ചേരുകയാണ്. രേഷ്മ, വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ ഈ വിധിപ്പകർപ്പിലുണ്ട്. ഈ സ്വർണം കൈമാറിയത് കൽപേഷ്. ആരാണ് ഈ കൽപേഷ്? പുതിയൊരു അവതാരം കൂടി വരികയാണ്. വാതിലിന് ഗോവർദ്ധൻ എന്നൊരാൾ ഏൽപ്പിച്ചത് 325 ഗ്രാം സ്വർണം മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നു. വാതിലിൽ സ്വർണ്ണമുണ്ടെന്ന് കമ്പനി വ്യക്തമാക്കുന്നു. ചെന്നൈയിലെത്തിയത് 959 ഗ്രാം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ അത് 474 ഗ്രാമായി മാറുന്നു. ആകെ മൊത്തം ദുരൂഹത. നടന്നത് വലിയ കൊള്ള എന്ന് ഇതിൽ പരം ഒരു കണ്ടെത്തലിൻ്റെ ആവശ്യമില്ലല്ലോ. അതെ ശ്യാം, ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്വർണ്ണ കവർച്ച തന്നെയാണ്. നിലവിൽ പുറത്തുവരുന്ന ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പ്രകാരം വ്യാപകമായിട്ടുള്ള ഒരു തിരിമറി നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വാതിൽ പാളി കൂടി ചെമ്പെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോയിട്ട് 2019 കൈമാറാനായിട്ടുള്ള ഒരു ശ്രമം ദേവസ്വം കമ്മീഷണറുടെ അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതായത് 2019 മാർച്ച് 20 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വാതിൽ പാളി കൈമാറണമെന്നുള്ള രീതിയിൽ ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തത്. ആ തീരുമാനം എടുത്തത് ദേവസ്വം കമ്മീഷണറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും നിരന്തരമുള്ള കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കത്തുകളിലൊക്കെ പറഞ്ഞിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വാതിൽ പാളിയും സ്വർണം വീണ്ടും പൂശാനായിട്ട് നൽകണം എന്നുള്ളതായിരുന്നു. ഈ വാതിൽ പാളി എന്ന് പറയുന്നത് 98-99 കാലഘട്ടത്തിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞുകൊടുത്ത പാളികളാണ്. അത് വീണ്ടും സ്വർണം പൂശാനായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഈ ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്നും എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൈമാറണമെന്നുള്ളൊരു നിർബന്ധം ഇരുവർക്കും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം ബോർഡിന് ഇത് സംബന്ധിച്ചുള്ള ശുപാർശ മുന്നോട്ട് വെച്ചത്. അങ്ങനെ 2019 മാർച്ച് മാസം 20 അത്തരമൊരു തീരുമാനം ഇറക്കിക്കൊണ്ട് വാതിൽ പാളി കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ, അതായത് നേരത്തെ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളികൾ തന്നെ വീണ്ടും സ്വർണം പൂശാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി. ആ ഒരു കണ്ടെത്തൽ കൂടി ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കട്ടളവാതിൽ സ്വർണം പൊതിഞ്ഞതിലും വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഇത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് നേരത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളായിരുന്നു ചെമ്പെന്ന് രേഖപ്പെടുത്തിയതെങ്കിൽ വാതിൽ പാളി കൂടി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ മഹസറിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതിൽ തന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിന് അനുമതി ുണ്ടെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു ശൃംഖല തന്നെ ഈ ഒരു സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടെന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം പാളികൾ കൊണ്ടുപോയി 2019 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ഉരുക്കി സ്മാർട്ട് ക്രിയേഷൻസിൽ ആദ്യഘട്ടത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ എത്തുന്ന സമയത്ത് അവർക്ക് അത് വീണ്ടും അത് സ്വർണ്ണപ്പാളി ആയതുകൊണ്ട് തന്നെ അത് സ്വർണം പൂശാനായിട്ട് സാധിക്കും സ്മാർട്ട് ക്രിയേഷൻസിൽ അധികൃതർ സ്വീകരിച്ചു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർബന്ധ പ്രകാരം വീണ്ടും അത് സ്വർണം പൂശാൻ, അതായത് നിലവിലുള്ള സ്വർണം പൊന്നിട്ടുള്ള സ്വർണം അത് വേർതിരിച്ചതിന് ശേഷം ഉരുക്കി വേർതിരിച്ചതിന് ശേഷം വീണ്ടും സ്വർണം പൂശാനായിട്ടുള്ള ഒരു നീക്കമായിരുന്നു അന്ന് 2019 ആദ്യഘട്ടത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്നത്. അങ്ങനെ വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ നിന്നും ഏകദേശം 474 ഗ്രാമോളം സ്വർണം മിച്ചം വന്നിട്ടുണ്ട്. അത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയ കൽപേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഈ 474 ഗ്രാം സ്വർണം കൈമാറിയിട്ടുള്ളത്. അത് 2019 ഒക്ടോബർ മാസം 10 ഇത് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഗൂഢമായിട്ടുള്ളത് ഈ ഗോവർദ്ധൻ എന്നുള്ള ഒരാളാണ് ഈ സ്വർണം പൂശാൻ കുറച്ച് സ്വർണം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ തന്നെ പശ്ചാത്തലം എന്തെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ മാത്രമല്ല, കട്ടളവാതിൽ അതോടൊപ്പം തന്നെ വാതിൽ പാളികൾ അതുകൂടി ചെമ്പെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ആ സ്വർണം അവിടെ നിന്ന് വേർതിരിച്ചെടുത്ത് അത്
തിരിമറി നടത്തി എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ നിന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പ്രത്യേക അന്വേഷണ സംഘം ഈ ദ്വാരപാലക പാളികളുടെ കാര്യത്തിൽ മാത്രമല്ല വാതിൽ പാളി സംബന്ധിച്ച്, അതായത് കട്ടള വാതിൽ പാളി സംബന്ധിച്ചുമുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. ശ്യാം, ഒന്നുകൂടി വ്യക്തമായി പറയുമ്പോൾ ഇതിൽ ഈ മഹസറിൽ ഒപ്പിട്ട ആളുകൾ, അതായത് ഈ 20/3/2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ ഒരു ഓർഡർ ഇറക്കുന്നത്. രേഷ്മ, അതിൽ ഈ മഹസറിൽ ഒപ്പിട്ട ആളുകളിൽ തന്ത്രിയുണ്ട്, രാജീവ് കണ്ഠരര്, ഒപ്പം VN വാസുദേവൻ നമ്പൂതിരി, അന്നത്തെ മേൽശാന്തി, S ജയകുമാർ വാച്ചർ, PJ രാജേഷ് ഗാർഡ്, സുനിൽ കുമാർ AE, അന്നത്തെ AE ആയ സുനിൽ കുമാർ, ഒപ്പം മുരാരി ബാബു, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, R ശങ്കരനാരായണൻ, പിന്നെ VM കുമാർ, ഒപ്പം CR ബിജുമോൻ, ഏറ്റവും അവസാനമായി D ജയകുമാറിൻ്റെ പേരുണ്ട്. ഈ 9 ഉദ്യോഗസ്ഥർ അല്ലേ രേഷ്മ? അതെ ശ്യാം, അതായത് സാധാരണ രീതിയിൽ ശബരിമലയിലെ ഏത് ഉരുപ്പടികൾ സംബന്ധിച്ചും ഒരു അറ്റകുറ്റപ്പണിയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും തിരുവാഭരണ കമ്മീഷണർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, തന്ത്രി, അതോടൊപ്പം തന്നെ മേൽശാന്തി, അങ്ങനെ നിരവധി ഉദ്യോഗസ്ഥരുടെ ഒപ്പുകളുടെ അനുമതിയോടുകൂടി മാത്രമേ അത് സംബന്ധിച്ചുള്ള കൈമാറ്റം സാധിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മഹസറിലടക്കം മുരാരി ബാബു ചെമ്പെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വാതിൽ പാളിയാണെങ്കിലും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിന്റെ പാളിയാണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അന്നത്തെ തന്ത്രിയായിട്ടുള്ള കണ്ഠര രാജീവര്, മേൽശാന്തിയായിട്ടുള്ള വ്യക്തി, ഒപ്പം തന്നെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അങ്ങനെ നിരവധി പേർ അതിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഹസറിൽ അവരുടെ ഒപ്പൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹൈക്കോടതി ഈ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളത്. ഇതിൽ കൃത്യമായിട്ട് സാധാരണ രീതിയിൽ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒക്കെ തന്നെയാണെങ്കിൽ ആരാണെങ്കിലും മഹസറിൽ ഒപ്പുവെക്കുന്നതിന് മുൻപ് അവിടെ നടന്ന പ്രക്രിയ സംബന്ധിച്ച് അവർക്കൊരു സ്വയം ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ ഇവർക്കൊന്നും തന്നെ അത്തരത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം ഇക്കാര്യത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ദേവസ്വം കമ്മീഷണറും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു ഒക്കെ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ വീണ്ടും വാതിൽപ്പാളി കൈമാറണമെന്നുള്ള ഒരു ശാഠ്യം പിടിച്ചു എന്നുള്ള ഒരു ചോദ്യം കൂടി ഇക്കാര്യത്തിൽ നിഴലിക്കുന്നുണ്ട്. അത് മാത്രമല്ല, മിച്ചം വന്ന സ്വർണം എന്തുകൊണ്ട് ഈ പറയുന്ന വേർതിരിച്ചെടുത്ത മിച്ചം വന്ന സ്വർണം എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് കൈമാറാതിരുന്നത്, അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ട് ദേവസ്വം ബോർഡിന്റെ അധികൃതർക്ക് സാധിക്കാഞ്ഞത് എന്തുകൊണ്ട്? അത്തരത്തിൽ വലിയ ബൃഹത്തായിട്ടുള്ള രീതിയിൽ ഒരു ആസൂത്രണം ഇതിന്റെ മേൽ ഉണ്ടായിരുന്നതെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ശബരിമല കേന്ദ്രീകരിച്ച് വിലപിടിപ്പുള്ള മറ്റ് പല വസ്തുക്കളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ, അതായത് ഈ മൊത്തത്തിൽ ചെന്നൈയിൽ എത്തിയ ഏതാണ്ട് 900-ലധികം ഗ്രാം സ്വർണം ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് അവസാനം 474.9 ഗ്രാം സ്വർണമാണ് കാണാതായിരിക്കുന്നത്. ഇത് സ്വർണത്തിൻ്റെ കട്ടകളാക്കിയിട്ടാണ് വാസ് ഹാൻഡഡ് ടു വൺ മിസ്റ്റർ കൽപേഷിന് നൽകിയെന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രേഷ്മ, ഓരോ സമയം അല്ലെങ്കിൽ ഓരോ ദിവസമല്ല, ഓരോ മണിക്കൂർ കൂടുമ്പോഴും പുതിയ പുതിയ അവതാരങ്ങൾ ഇങ്ങനെ ഈ വിഷയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൽപേഷ് വന്നു, ഗോവർദ്ധൻ വന്നു. അതെ ശ്യാം, അതായത് ആദ്യഘട്ടത്തിൽ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നതാണ് ഈ 900 അധികമായിട്ടുള്ള ഗ്രാം സ്വർണം. അതിനുശേഷം ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിൽ സാങ്കേതിക വിദ്യ, അതായത് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ഗോൾഡ് ക്ലാഡ് ചെയ്ത വസ്തുക്കൾ വീണ്ടും ഗോൾഡ് പ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള സാങ്കേതിക വിദ്യ അന്നത്തെ കാലഘട്ടത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇല്ലായിരുന്നു. അത് അവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ധരിപ്പിക്കുകയും ചെയ്തു. അതായത് സ്വർണം പൊതിഞ്ഞ വസ്തുവിൽ വീണ്ടും സ്വർണം പൂശാൻ തങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധികൾ ആ ഘട്ടത്തിൽ അറിയിച്ചത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്നും നിന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൽ സ്വർണം വേർതിരിച്ചെടുക്കണമെന്നുള്ള ഒരു നിലപാട് ഒരു നിർബന്ധപൂർവ്വം സ്മാർട്ട് ക്രിയേഷൻസിന് മുന്നിലേക്ക് വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്വർണം വേർതിരിച്ചെടുത്തത്. അതിൽ തന്നെ 474 ഗ്രാം ആ സ്വർണം വേർതിരിച്ചതിന് ശേഷം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി. പക്ഷെ അതിപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എവിടെയാണ് ആ സ്വർണം എന്നത് സംബന്ധിച്ച്. അതേ സമയത്ത് തന്നെയാണ് 2019 ഒക്ടോബർ 10
ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയ കൽപേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന 474 ഗ്രാം സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷൻസ് കൈമാറുന്നത്, ആ സ്വർണം പിന്നീട് എവിടെയാണെന്ന് ദേവസ്വം ബോർഡിന് പോലും വ്യക്തതയില്ല. അത്തരത്തിൽ വലിയ രീതിയിൽ നിരവധി പേർ ഭാഗമായിട്ടുള്ള ഒരു തിരിമറി, ഒരു അട്ടിമറി ഒക്കെ തന്നെയാണ്, കവർച്ച തന്നെയാണ് ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ ഹൈക്കോടതിയിൽ രേഷ്മ, ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കാര്യത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായി പറയുന്നുണ്ട്, ഈ തിരിമറി മുഴുവൻ നടന്നത് അവിടെ വെച്ചാണ്. ഈ നേരത്തെ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ സ്വർണ്ണപ്പാളികൾ നശിപ്പിക്കാൻ വരെ, അല്ലെങ്കിൽ ക്ഷമിക്കണം, ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരിമറി അവിടെ വെച്ചാണ് നടന്നത്. അപ്പോൾ അതും ഇപ്പോഴുള്ള ഈ കണ്ടെത്തലും കൂട്ടി വായിക്കുമ്പോൾ ചെറുതൊന്നുമല്ലാത്ത വലിയ കാട്ടുകൊള്ള ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം സ്മാർട്ട് ക്രിയേഷൻസ് ഇക്കാര്യത്തിൽ പ്രതികൾ തന്നെയാണ്. സ്മാർട്ട് ക്രിയേഷൻസ് മാത്രമല്ല ദേവസ്വം ബോർഡും. കാരണം 2024 2019 ഈ വിഷയങ്ങളൊക്കെ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ 2024 ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണമെന്നുള്ള നിർബന്ധം പിടിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കത്ത് അന്നത്തെ ദേവസ്വം സെക്രട്ടറിക്ക് ഈ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതികൾ അയക്കുന്നുണ്ട്. ഇമെയിൽ മുഖാന്തരമൊക്കെ തന്നെയാണ് അക്കാര്യം ആവശ്യപ്പെട്ടതും. അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ വലിയ രീതിയിൽ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല 2019 അനധികൃതമായിട്ട് ഈ സ്വർണം വേർതിരിച്ചെടുക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈയിലെ സ്ഥാപനത്തിലുമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലുള്ള ഒരു പരിപാവനമായിട്ടുള്ള സ്വർണ്ണപ്പാളി അവിടെ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ നിന്നും സ്വർണം വേർതിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് പിന്നീട് അതിന്റെ ബാക്കി വന്ന സ്വർണം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയ കൽപേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും തന്നെ ദേവസ്വം ബോർഡ് കൃത്യമായിട്ടുള്ള അന്വേഷണമോ അത് സംബന്ധിച്ച് എത്ര സ്വർണം വേർതിരിച്ചെടുത്തു അല്ലെങ്കിൽ എത്ര സ്വർണമാണ് പൂശിയിരിക്കുന്നത് സംബന്ധിച്ച് അളവ് തൂക്കം രേഖപ്പെടുത്താനോ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരാരും തുനിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും 900-ലധികം ഗ്രാമാണ് അന്ന് സ്വർണ്ണപ്പാളികളായിട്ട് അവിടെ ഈ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത്. പിന്നീട് അതിൽ 474 ഗ്രാം മിച്ചം വന്നു, സ്വർണം വേർതിരിച്ചെടുത്തു. അത് ഉരുക്കിയതിന് ശേഷമാണ്, അതായത് അന്ന് ഈ വിജയമല്യ സ്വർണം പൊതിഞ്ഞു കൊടുത്ത പാളികളാണ്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ വീണ്ടും ഒന്ന് സ്വർണം പൂശാനായിട്ട് സാങ്കേതികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യപ്രകാരം അത് ഉരുക്കിയതിനു ശേഷം സ്വർണം വേർതിരിച്ചെടുത്ത് കൊടുത്തു. അതിൽ 474 ഗ്രാമോളം മിച്ചം വന്നു. ആ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ആളെന്ന് പറയുന്നത് കൽപേഷാണ്. ആ കൽപേഷിന്റെ കൈവശം കൊടുക്കാനായിട്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിനെ പ്രതികളോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 10 2019 ഈ പറയുന്ന കൽപേഷിന് 474 ഗ്രാമോളം സ്വർണം കൈമാറുകയും ചെയ്തു. അതിന് ശേഷം ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിനു മുൻപാണ് ഈ വാതിൽപ്പാളി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്നുള്ള നിർദ്ദേശം ദേവസ്വം കമ്മീഷണറും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് വെച്ചത്. അതിലും ക്രമക്കേട് ഗുരുതരമായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ നിന്നും ഹൈക്കോടതിക്ക് മനസ്സിലായിരിക്കുന്നു. എന്തായാലും ബൃഹത്തായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി ഒരു സ്വർണ്ണ കവർച്ച അവിടെ നടന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കൈവശം വെച്ച സ്വർണം, അതായത് അനധികൃതമായിട്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സ്വർണം വേർതിരിച്ചെടുക്കുന്നത്. സന്നിധാനത്ത് വെച്ച് നടത്തേണ്ട 98-99 കാലഘട്ടത്തിൽ പരമ്പരാഗത രീതിയിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ അത് പിന്നീട് സ്വർണം വേർതിരിച്ച് അനധികൃതമായിട്ട് എടുക്കുന്നു. അതിൽ കുറച്ച് സ്വർണം പൂശുന്നു. അത് പിന്നീട് ഇവിടെ എത്തിക്കുന്ന വഴിക്കൊക്കെ തന്നെ അത് മറ്റു ഇടങ്ങളിലൊക്കെ തന്നെ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഈ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ഈ പാളിയും ഈ പറയുന്ന ദ്വാരപാലക സ്വർണ്ണപ്പാളികളും രേഖകളിൽ എഴുതുന്നത് ചെമ്പുപാളി എന്നാണ്. അതിന് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒത്താശ ഉണ്ടാകുന്നു, ദേവസ്വം കമ്മീഷണറുടെ ഒത്താശ ഉണ്ടാകുന്നു. ഈ പറയുന്ന മാസ്റ്റർ രേഖകളൊക്കെ തന്നെ തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവർ, അന്നത്തെ മേൽശാന്തി, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇവരൊക്കെ തന്നെ ഒപ്പുവയ്ക്കുന്നു. അത്തരത്തിൽ എല്ലാവരും ബോധപൂർവം രേഖകളിൽ അവർ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ചെമ്പുപാളി എന്നാക്കുകയും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ട് ഉരുക്കിയത് സ്വർണം വേർതിരിച്ചെടുത്ത് 474 ഗ്രാമോളം സ്വർണം കൈവശപ്പെടുത്തുകയും മറ്റൊരാളെ ഏൽപ്പിക്കാനായി. ഒരു നിമിഷം ഒന്ന് ദയവായി തുടരുക. നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളും നിരീക്ഷണങ്ങളുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് ഓരോന്നോരോന്നായി വരാം. രേഷ്മ തുടരുക, ജിജീഷ് ഉണ്ട്, അപ്പോൾ പ്രശാന്ത് കൂടി ഈ വിഷയത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം ഈ വിധിപ്പകർപ്പ് ഇപ്പോൾ ജനം TV-യുടെ കയ്യിലുണ്ട്. നമുക്ക് ഓരോന്നായി ഇഴ കീറി തന്നെ പരിശോധിക്കാം. പെട്ടെന്ന് തിരിച്ചെത്താൻ ഒരു ചെറിയ ഇടവേള.